നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന മൂന്നാമത്തെ ട്രെയിനായ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നും ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറിലേക്ക് പോകുന്ന ഹിമസാഗർ എക്സ്പ്രസിന്റെ 4ാമത്തെ പാർട്ടാണ്. അതുപോലെ ഈ ട്രെയിനിലെ ഞങ്ങളുടെ 4ാമത്തെ ദിവസമാണ്. ട്രെയിൻ ഇപ്പോൾ ഓൺ ടൈമായി പഞ്ചാബിലെ പത്താൻകോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ രാവിലെ 6 മണിക്കാണ് ട്രെയിൻ എത്തേണ്ടത്. കറക്റ്റ് 6 മണിക്ക് തന്നെ എത്തി. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് ഇതാണ്, S5 ട്രെയിൻ നമ്പർ 163-17. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വന്നത്. അപ്പോൾ ഇതാ നമ്മൾ യാത്ര ചെയ്യുന്ന ആ ഒരു ട്രെയിനിൻ്റെ നമ്പറും പേരൊക്കെ വ്യക്തമായി കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ ഇപ്പം ട്രെയിൻ വന്നിട്ട് തന്നെ ഏകദേശം 4 മിനിറ്റോളമായി. ഇവിടെ ഇപ്പം സിഗ്നലായി വണ്ടി എടുത്തു. പഞ്ചാബിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പാണ്. ഇനി അടുത്തത് ജമ്മു കാശ്മീരിലാണ് സ്റ്റോപ്പ്. നല്ല തണുപ്പാണിപ്പോൾ ഇവിടെ. പത്താൻകോട്ട്. ഈ ശൈത്യകാലത്ത് സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യുക എന്നത് വല്ലാത്തൊരു കടമ്പ തന്നെയാണ്. കാരണം നല്ല തണുപ്പാണ്. ഏറ്റവും നല്ലത് AC തന്നെയാണ്. കാരണം അതിലൊരു ഫിക്സഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇനി അതുപോലെ തന്നെ നമ്മൾ ജമ്മു കാശ്മീരിലേക്ക് കയറുകയാണല്ലോ. ഞങ്ങളുടെ കയ്യിൽ പോസ്റ്റ് പെയ്ഡ് സിമ്മും ഉണ്ട്, പ്രീപെയ്ഡ് സിമ്മും ഉണ്ട്. പക്ഷേ ഈ പ്രീപെയ്ഡ് സിമ്മൊക്കെ ഇപ്പം പഞ്ചാബിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ കട്ടാവും. ജമ്മു കാശ്മീരിൽ പോസ്റ്റ് പെയ്ഡ് സിമ്മ് മാത്രമേ വർക്ക് ആവുള്ളൂ. അതായത് ആദ്യമായിട്ടാണ് ജമ്മു കാശ്മീർ വരുന്നവരാണെന്നുണ്ടല്ലോ കയ്യിലുള്ള ഫോണിലൊക്കെ സിമ്മൊക്കെ നോക്കാം. ഞങ്ങൾക്ക് ആദ്യം പ്രീപെയ്ഡ് സിമ്മ് മാത്രം ഉപയോഗിച്ചിട്ട് ജമ്മു കാശ്മീർ വന്ന സമയത്ത് പെട്ടുപോയതാണ്. കാരണം ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പ് കിട്ടില്ല, ആരെയും വിളിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. പെട്ട അവസ്ഥയായപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ സിമ്മൊക്കെ എടുക്കാം. എങ്കിലും നേരത്തെ തന്നെ എടുത്ത് വരുവാണെങ്കിൽ അത്ര നല്ലതാണ്. അങ്ങനെ പഞ്ചാബിൽ നിന്നും ജമ്മു കാശ്മീരിലേക്ക് കയറുകയാണ്. രവി നദിയാണ്. നേരെ ഇതുവരെയായിട്ടും പുലർന്നിട്ടില്ല. ട്രെയിൻ എങ്ങനെ ജമ്മു കാശ്മീരിലെ കത്വ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. 6:45 ഇതുവരെയായിട്ടും നേരം വെളുത്തിട്ടില്ല. ഇപ്പോഴും നല്ല ഇരുട്ടുണ്ട് അത്രേ. തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങിയ യാത്രയല്ലേ, ഇപ്പോഴാണ് ജമ്മു കാശ്മീരിലേക്ക് എത്തിയത്. ഈ നമ്മുടെ കോച്ചില്ലേ, ഇതിൻ്റെ അകത്തുള്ള ആരും ഇതുവരെയായിട്ടും എഴുന്നേറ്റിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വണ്ടി ഫുള്ളാണ്. ട്രെയിൻ യാത്രയുടെ 4ാം ദിവസമാണ്. ടോയ്ലറ്റ് ആയാലും വാഷ് ഏരിയ ആണെങ്കിലും നല്ല വൃത്തിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ട, ഇവിടെ ഒരു മദ്യക്കുപ്പി കണ്ട. കഴിഞ്ഞ ദിവസം അതായത് രാത്രി കയറിയ ആരോ കുടിച്ചിട്ട് ഇവിടെ ഇട്ട് പോയ കുപ്പിയാണിത്. ടോയ്ലറ്റിന്റെ കാര്യം പറയുവാണെങ്കിൽ 4 ദിവസം ഓടിയ വണ്ടിയാണല്ലോ. അത്ര മാത്രമാണ് അവര് ക്ലീൻ ചെയ്യുന്നത്. നേരത്തെ കാണിച്ചത് മാത്രമൊന്നുമല്ല കേട്ടോ. നോക്കി കണ്ടോ കുപ്പികൾ കാണാം. ഇതൊക്കെ രാത്രി ട്രെയിനിൽ നല്ല രീതിയിൽ പല ആൾക്കാരും കയറിയിട്ട് മദ്യപിക്കുന്നുണ്ട്. 4ാം ദിവസത്തെ സ്ലീപ്പർ ക്ലാസ്സിലെ ഒരു കാഴ്ച ഇങ്ങനെയാണേ. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് തന്നെയാണ് കൂടുതലും ആൾക്കാരൊക്കെ കയറിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ മുഴുവനും കാലിയായിരുന്നു. ഇതേ ഞങ്ങളുടെ ബർത്ത് ഇവിടെയാണ്. ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ നഗരമായ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. 8:11. ഞങ്ങൾ കഴിഞ്ഞ വർഷം വരുന്ന സമയത്ത് സ്റ്റേഷൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. സ്റ്റേഷന്റെ കോഡ് JAT എന്നാണ്. ജമ്മു തവി റെയിൽവേ സ്റ്റേഷന്റെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ ട്രെയിന് 10 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ സ്റ്റേഷന്റെ ഈ ഭാഗത്ത് തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ കടകളുണ്ട്. ഇവിടുന്ന് ലൈവായിട്ട് തന്നെ ചോള ഭട്ടൂര്, റൊട്ടി അതൊക്കെ നമുക്ക് കിട്ടും. ഇത് ചോളാപൂര് ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചതാണ്. ഇവിടെ അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് കടകളുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും ശ്രീനഗറിലേക്ക് പോകാൻ ജമ്മു താവിൽ തന്നെയാണ് ഇറങ്ങുന്നത്. കാരണം ഈ ട്രെയിനിൽ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബസ്സിനോ ഷെയർ ടാക്സിക്കോ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അതിനൊന്നും ആവശ്യമില്ലല്ലോ. കട്ടറെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ വന്ദേ ഭാരത് കിട്ടും. അതുപോലെ തന്നെ ഞങ്ങൾ 2023 നമ്മളെ ന്യൂഡൽഹിയിൽ നിന്ന് ഉത്തർ സമ്പർക്കാന്തിക്ക് കയറിയിട്ട് നേരെ ഇവിടെ ഇറങ്ങി ജമ്മു താവി ഇറങ്ങിയിട്ട് ഇവിടെ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് കിട്ടി. അതായത് നേരെ
ബനികാളിലേക്ക്. എന്റെ പൊന്നോ, ഒരു 1.5 യാത്രയായിരുന്നു. കാരണം ഇവിടുന്ന് രാവിലെ 8 മണിക്ക് പുറപ്പെട്ടിട്ട് അത് എത്തിയത് 3 മണി 3:30 സമയത്ത്. ഇരുന്നും മടുക്കും ശരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഛർദ്ദിക്കാനൊക്കെ തോന്നും. അതുപോലെ തന്നെ മുന്നിലൊന്നും അവർ ഇരുത്തൂല, ഭയങ്കര ദുരിതാന്ന് ഉണ്ടായത്. എന്നിട്ട് നമ്മൾ അവിടുന്ന് ബനികാളിൽ എത്തിയ ശേഷം ബനികാളിൽ നിന്ന് ശ്രീനഗർക്ക് നമ്മുടെ മറ്റേ ഡെമു ഇല്ലേ, അതിന് കയറിപ്പോവും. അങ്ങനെയാണ് ആ ഒരു യാത്ര ഉണ്ടായത്. പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് നേരെ ഈ ജമ്മുതാവി കഴിഞ്ഞ അടുത്ത ശേഷം ഉദ്ധംപൂര്, അവിടെ ഉദ്ധംപൂർ എത്തിയ ശേഷം അവിടുന്ന് ഷെയർ ടാക്സി പിടിച്ചിട്ട് നേരെ ബനികാള്. ഒരാൾക്ക് അന്നായത് 500 രൂപയാണ്. 500 രൂപ. പക്ഷെ ഭയങ്കര ദുരിതമാണ്. ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മളിപ്പം റോഡ് വഴി പോകും. യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ കാശ്മീർ കാണുന്നൊക്കെ ആഗ്രഹിച്ച് യാത്ര അധികം ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ച് വന്ന ഈ ഛർദിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം വന്ദേ ഭാരതൊക്കെ വന്നതോടുകൂടി എന്താ പറയാ ഭയങ്കര ഉപകാരമായി. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കന്യാകുമാരിൽ നിന്ന് കട്ടറിലേക്ക് പോകുന്ന ഈ ഹിമസാഗറില്ലേ, അപ്പൊ അത് ഈ കട്ടറിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമോ, അതായത് ശ്രീനഗറിലേക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ സാധ്യത നമുക്ക് അങ്ങനെ എടുത്ത് തള്ളിക്കളയാൻ പറ്റില്ല. ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ എത്താം. പക്ഷെ അതില് ടൈം മാത്രമല്ല ഇതിലത്തെ പ്രശ്നം, സെക്യൂരിറ്റിയാണ്. ചെനാബ് ബ്രിഡ്ജിലെ കൂടെ ഈ ഒരു ട്രെയിൻ പോവാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അറിയാലോ ഏതൊക്കെ രീതിയിലുള്ള ആക്രമണം ഏത് ഭാഗത്തുനിന്നും വന്നേക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ വന്ദേ ഭാരത് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നത്. മുമ്പ് കന്യാകുമാരിയിൽ നിന്നും ജമ്മു താവി വരെയാണ് ഹിമസാഗർ എക്സ്പ്രസ് ഓടിയിരുന്നത്. പിന്നീടാണ് കട്ടറയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. ഈ ട്രെയിനെ പറ്റി പറയുമ്പോൾ സദേൺ റെയിൽവേയിൽ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള വണ്ടിയാണിത്. 8:26 ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എടുത്തു. ഇനി കട്ടറയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഒരുപാട് പാലങ്ങളും നല്ല കാഴ്ചയൊക്കെ ഉള്ളത്. ഇനി അടുത്ത സ്റ്റോപ്പ് ഉധംപൂർ. കൊൽക്കത്ത ജമ്മു താവി എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് ആണ് ഇവിടെ. 4 ഭാഷകളിലാണ് ഇവിടെ നെയിം ബോർഡിലുള്ളത്. മൂന്ന് രാത്രി ഞങ്ങൾ കിടന്നുറങ്ങിയ ബെർത്തുകളാണ് ഇത് രണ്ടും. ഇവിടുന്ന് ഞങ്ങൾ ഇനി മാറുകയാണേ. അങ്ങ് അവിടെ ഒരു നല്ല സൈഡ് ലോവർ ഉണ്ട്, അവിടത്തേക്ക് പോകാം. കാരണം ഒരുപാട് കാഴ്ചകളൊക്കെ ഇനി പകർത്താനുള്ളതാണല്ലോ. ഇവിടെ ഈ സൈഡ് ലോവറും സൈഡ് അപ്പറും വേക്കന്റ് ആണ്. എന്നാ പിന്നെ ഇവിടെ ഇരിക്കാം. അങ്ങ് അതിലൂടെ ഒഴുകുന്ന നദിയില്ലേ, അതാണ് താവി നദി. ജമ്മു താവി ആ സിറ്റിന്റെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഈ നദി നമ്മൾ ക്രോസ് ചെയ്യും. അതൊരു ഒന്നൊന്നര വ്യൂ തന്നെയാണ്. ജമ്മു സിറ്റിയുടെ പല പല ഭാഗങ്ങൾ. ആ ഒരു ഭാഗത്തേക്കാണ് കൂടുതലായിട്ടും കാണുന്നത്. പാട്ടൊക്കെ പാടി വരുന്നുണ്ട് കുറച്ച് പേര്. ചെറിയ ചെറിയ പാലങ്ങളൊക്കെ കാണാം. ഇങ്ങനെ ഒരുപാട് പാലങ്ങളാണ് ഈ റൂട്ടിൽ ഉടനീളം ഉള്ളത്. ഇതുകൂടാതെ തന്നെ മലനിരകളും. താവി റിവർ നമ്മൾ നേരത്തെ ദൂരത്തുനിന്ന് കണ്ടില്ലേ, ഇപ്പൊ അടുത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ്. ആകെ ഇതാ കുറച്ച് വെള്ളം മാത്രം. ഈ നദിയെ നമ്മൾ ഇനിയും ക്രോസ് ചെയ്യും. സൂര്യനൊക്കെ ഉദിച്ചു വരികയാണ്. പക്ഷെ വെയിലിന് ശക്തിയില്ല, അതാണ്. അടുത്തൊരു ടണൽ.
അടുത്ത ഈ ഒരു വലിയ മലയിലേക്ക് ഇതാ വീണ്ടും. ഇനി അടുത്ത ഇത്രയും വലിയൊരു മല, എല്ലാം അടുത്തടുത്താണ്. നോക്കിയേ, ഇവിടെ ഇപ്പോൾ ഈ സൈഡ് ലോറിൽ വന്നിരിക്കാൻ കാരണം ഇതൊരു എമർജൻസി വിൻഡോ കൂടിയാണ്. കാരണം നല്ല രീതിയിൽ തന്നെ കാഴ്ചകളൊക്കെ പകർത്താലോ. നമ്മൾ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് ഹിമസാഗറിൽ കയറുന്ന സമയത്ത് കടലൊക്കെ കണ്ടുകൊണ്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ ജമ്മു കാശ്മീരിൽ എത്തിയപ്പോഴത്തേക്ക് ഇതാ മലനിരകളാണ്, നല്ല തണുപ്പ്. നമ്മളിനിപ്പോൾ കാശ്മീരിലേക്ക് പോകണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ മഞ്ഞും കാണും. ഇതാ പൂതുമ്പന്നെ നല്ല പുകയൊക്കെ വരികയാണ്. ഈ മനു അങ്ങനെ പറയാൻ കാരണം എന്താ പറയാ, നമ്മുടെ ട്രെയിനിന്റെ പേര് തന്നെ ഹിമസാഗർ എന്നാണ്. ആ ഒരു ഹിമസാഗർ എന്ന് ഉദ്ദേശിക്കുന്നത് സാഗർ കടലും ഹിമം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മലനിരകളൊക്കെയാണ്. ഈ പാലത്തിന്റെ ഇതിലൂടെ നടന്നു പോകാനുള്ള ചെറിയൊരു വഴിയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല കിടിലൻ അങ്ങ് വളഞ്ഞ അടുത്ത വഴിയാണ് ട്രെയിനിൽ നോക്കൂ. ചെറിയൊരു പട്ടണം കാണാം. ഇവിടെയാണ് റോഡും. ട്രെയിൻ ഏകദേശം ഉധംപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്താനായി. കുറച്ചുകൂടെ പോകാനുള്ളൂ. രണ്ട് ഭാഗത്തുകൂടിയും എന്താ റോഡ് പോകുന്നതാണ്. നേരെ ടണലിലേക്ക്. ഈ ജമ്മുന്ന് കട്രയിലേക്കുള്ള ലൈനില്ലേ, അത് സിംഗിൾ ലൈൻ ആണ്. ഇപ്പൊ ഒരു ക്രോസിങ്ങിന് വേണ്ടി ഒരു സ്റ്റേഷനിൽ നിർത്തി. രാംനഗർ JK എന്നാണ് ഈ സ്റ്റേഷന്റെ പേര്. കട്രയിന്ന് ഇൻഡോറിനടുത്തുള്ള അംബേദ്കർ നഗറിലേക്ക് പോകുന്ന മാൽവ എക്സ്പ്രസ് അതിപ്പോ ഇതുവഴി കടന്നു വരും. ഇവിടെ ഒരു കൂട്ടം കുരങ്ങുകളെ എത്ര നമുക്ക് കാണാം. ഇത് കുറച്ച് പ്രായമായ കുരങ്ങാണ്. ഇവിടെ ഈ ട്രാക്കിന്റെ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ കുട്ടിക്കുരങ്ങുകളും ഉണ്ട്. പെറ്റുകൾക്ക് ഈ ഭാഗത്ത് നിന്ന് എവിടുന്നോ തീറ്റ കൊടുക്കുന്നുണ്ട് എന്നാ തോന്നുന്നത്. അധികം ഫോൺ പുറത്തേക്ക് ഇട്ടാൽ അവറ്റകൾ അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. വണ്ടി ഇപ്പോൾ വരും. ആ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗം മുതൽ ഇതാ ഇവിടെ ഏത് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും കുരങ്ങുകൾ മാത്രമാണുള്ളത്. അതിൻ്റെ ഇടയിലൊരു പട്ടിയുണ്ട് അവിടെ.
ട്രെയിൻ ഇപ്പോൾ വരും. അതിന് ഇവിടുന്ന് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ്. എന്നാൽ ഇത്ര നോക്കിയതാ, ഇവിടെ ഒരു കൂട്ടം കുരങ്ങളത്ര ഉണ്ട്. ഇത് അങ്ങാ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും അതെ. അങ്ങനെ മാൽവ എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് ട്രെയിൻ ഇതാ വരുന്നത്. WAP7 ആണ് ഇതിൻ്റെ ലോക്കോമോട്ടീവ്. ഇത്താർസിയാണ് ലോക്കോമോട്ടീവ് ഷെഡ്. ഇതിൻ്റെ അണ്ടർസൈഡിൽ ഇപ്പോഴേ നല്ല തിരക്ക് വന്നു. H1 ഫസ്റ്റ് AC. ഡൽഹി വഴി പോകുന്ന നല്ലൊരു ട്രെയിനാണിത്. രാത്രിക്ക് ഇത് ഡൽഹിയിലെത്തും. ഉധംപൂർ പട്ടണത്തിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ട്രെയിൻ ഇപ്പോൾ ഉധംപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. മാർട്ടിയർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ. 10 മണിയായി. പണ്ടൊക്കെ ശ്രീനഗറിലേക്ക് പോകാൻ കൂടുതൽ ആൾക്കാരും നേരത്തെ കഴിഞ്ഞ് ജമ്മു താവിയില്ലേ, അവിടെയോ ഇവിടെയൊക്കെ ഇറങ്ങി ഇവിടുന്ന് ഷെയർ വണ്ടിക്കോ ബസ്സിനൊക്കെ കയറിയിട്ടാണ് പോകാറുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് 2023 ഉധംപൂരിൽ നിന്ന് മാർട്ടിയർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ എന്നൊരു പേരിലേക്ക് റീനെയിം ചെയ്തത്. അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ആർമിയിലെ ഒരു ഓഫീസറായിരുന്നു. 2016 ഫെബ്രുവരി 21 ജമ്മു കാശ്മീരിലെ പാമ്പോറിനടുത്ത് വെച്ചിട്ട് തീവ്രവാദികൾക്കെതിരെയുള്ള ഒരു ഓപ്പറേഷനിൽ വെച്ചാണ് അദ്ദേഹം വീരമൃത്യു വരിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മനാട് വരുന്നത് ഈ ഉധംപൂർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയാ, അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനാർത്ഥം ഈ ഒരു റെയിൽവേ സ്റ്റേഷന് ആ ഒരു പേര് നൽകിയത്. 10:05 അങ്ങനെ ഉധംപൂരിൽ നിന്ന് ട്രെയിൻ എടുത്തു. പിന്നെ അടുത്ത് തന്നെയാണ് ശ്രീമാതാ വൈഷ്ണോദേവി കട്ര സ്റ്റേഷനിൽ. ഇതാ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ തന്നെ നല്ല നല്ല മരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തണലാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത് ഡൽഹിയിൽ നേരെ ട്രെയിൻ കയറി ഉധംപൂർ വന്നു. ഉധംപൂരിന് പിന്നെ ഷെയർ ടാക്സിക്കാണ് നേരെ ബനിഹാളിലേക്ക് പോയത്. ഇവിടുന്ന് ഷെയർ ടാക്സിക്ക് അവർ തോന്നുന്ന പൈസയാണ് ആദ്യം പറയുക. അത് പിന്നെ ബാർഗെയിൻ ചെയ്ത് വരിക. ഞങ്ങൾക്ക് 500 രൂപക്കാണ് കിട്ടിയത്. 3 മണിക്കൂർ യാത്രയാണ്. അതായത് 90 കിലോമീറ്ററാണ് പോകാനുള്ളത്. ഈ 3 മണിക്കൂർ എന്ന് പറയുന്നത് അത് ഡ്രൈവ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഞങ്ങൾ അന്ന് പോയപ്പോൾ 3 മണിക്കൂർ കൊണ്ടാണ് എത്തിച്ചത്. ഈ ഭാഗത്തൊന്നും അധികം വലിയ മഴയൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഇതിലൊന്നും അധികം വെള്ളമൊന്നും ഇല്ലാത്തത്. നാല് കുതിരകളെ കൊണ്ടുവന്നത് കാണാം. ഇതിനെ കൊണ്ടുപോകാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു റോഡും കാണാം. അതുപോലെ തന്നെ കുറച്ച് വീടുകളൊക്കെ ആ ഭാഗത്താണ്. ഇവിടെയും കാണാം. ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിൽ നിന്ന് ഹാപ്പയിലേക്ക് പോകുന്ന എക്സ്പ്രസ് WAP5 ആണ് ലോക്കോ. തേജസിന്റെ ഒരു ലോക്കോമോട്ടീവാണ് ഇതിന് കൊടുത്തത്. ഒരുപാട് വലിയ മലനിരകൾ കാണാം. അങ്ങ് ദൂരെയായി വൈഷ്ണോദേവി ക്ഷേത്രം കാണാം. ഒരുപാട് ദൂരെയാണെന്ന്. മല കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. ക്ഷേത്രത്തിൻ്റെ കാഴ്ച ഇതാ. ഇനി നേരെയാണ്.
ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള കെട്ടിടങ്ങളാണ് അവിടെയായി കാണുന്നത്. ആ നടന്നു പോകുന്ന വഴിയില്ലേ, അതാണ് ഇങ്ങനെ ഇതിലേക്കൂടെയൊക്കെ ഉള്ളത്. ഇതാ ഈ ഒരു ഭാഗം വഴിയൊക്കെ ഒരു നല്ലൊരു കാഴ്ച തന്നെയാണിത്. കന്യാകുമാരിയിൽ നിന്നും 3788 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിൽ ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കയറിയതാണ്. ഇന്ന് തിങ്കളാഴ്ച രാവിലെ 10:43 ഇവിടെ ഇപ്പോൾ മുകളിലേക്കൂടെ ഹെലികോപ്റ്ററുകളൊക്കെ പോവാണ്. അതായത് കട്ര റെയിൽവേ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആൾക്കാരെ കൊണ്ടുപോകുന്നതാണ്. ഈ കട്ര റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുമ്പോൾ ഒരു കിടിലൻ റെയിൽവേ സ്റ്റേഷനാണിത്. നല്ല വൃത്തിയാണ്, അതാണ് എടുത്തു പറയേണ്ടത്. ഈ നോർത്ത് ഇന്ത്യയിലെ തന്നെ ഒരു മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ. 5ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വന്നത്. നമ്മുടെ ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരതൊക്കെ ഇവിടെ നിന്നാണ് പുറപ്പെടുക. അങ്ങനെ വീണ്ടും ഒരു ദീർഘയാത്ര ചെയ്തിതാ കട്രയിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൃത്തിൻ്റെ കാര്യം, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് നോക്കിയേ. മനോഹരമാണ്. ഒരു വേസ്റ്റ് പോലും ഈ ഭാഗത്ത് എവിടെയും കാണാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എന്തായാലും മുൻഭാഗത്തേക്കൊന്ന് ജസ്റ്റ് പോവാം. ഇവിടേക്ക് ഇപ്പം ക്ലീൻ ചെയ്ത് വെച്ചതേ ഉള്ളൂ. അന്ന് നമ്മളുണ്ടല്ലോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുണ്ടായി, അതായത് ഈ കട്ടർ റെയിൽവേ സ്റ്റേഷൻ ഒരു ഫോട്ടോ കണ്ടിട്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഭയങ്കര നെഗറ്റീവ് കമൻ്റ് ആണ്. അപ്പോൾ അതിൽ വന്ന മെയിൻ കാര്യം ഇങ്ങനൊരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കെട്ടിവെച്ചതുകൊണ്ട് വേറെ ആരും വരാത്തത് കൊണ്ടാണെന്ന്. അതായത് ഇവിടെ എത്ര പേര് വരുന്ന ഒരു സ്ഥലം കൂടിയാണെന്ന് ഓർക്കണേ. അത്ര ആൾക്കാരാണ് ഇവിടെ ദിനം പ്രതി വരുന്നത്. ശ്രീമാതാ വൈഷ്ണോ ദേവി കട്ര. ഇവിടെ ഒരുപാട് ഭാഷകളിൽ പേരൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ഇതാ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച കണ്ടില്ലേ, നേരെ നോക്കിയാൽ ക്ഷേത്രം കാണാം. അതുപോലെ തന്നെ ഇതായിരുന്നു നമ്മുടെ ലോക്കോമോട്ടീവ്. ഇത് കന്യാകുമാരി മുതൽ ഇവിടെ വരെ വന്ന ലോക്കോമോട്ടീവാണ്. അതായത് ഇന്ത്യയിൽ സിംഗിൾ ലോക്കോ ഉപയോഗിച്ച് ഏറ്റവും ദൂരത്തിലോടുന്ന ഒരു ട്രെയിനാണ് ഹിമസാഗർ എക്സ്പ്രസ്. അതായത് ലോക്കോമോട്ടീവ് ചേഞ്ച് എവിടെ നിന്നും വരുന്നില്ല. ഇപ്പോൾ വിവേക് എക്സ്പ്രസ് ഒക്കെ ആണെങ്കിലും ലോക്കോ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. വിശാഖപട്ടണത്ത് എത്തിയ ഉടനെ തന്നെ ലോക്കോ ചേഞ്ച് വരുന്നുണ്ട്. ഇതിന് അങ്ങനെ ഒന്നും വരുന്നില്ല. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ഇത് തന്നെയാണ് കന്യാകുമാരിയേക്കും പോവുക. ഇവിടുന്ന് ഓരോ സമയത്തും ഹെലികോപ്റ്ററുകൾ പോകുന്നതാണ്. അടുത്തൊരു ഹെലികോപ്റ്റർ ഇതാ. ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിൽ നിന്ന് യോഗ് നഗരി ഋഷികേശിലേക്ക് പോകുന്ന ഹേംകുണ്ട് എക്സ്പ്രസ് ആണ് ഇവിടെയുള്ളത്. ആ ഒരു ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന വഴി നമുക്ക് ഇവിടുന്ന് കുറച്ച് വ്യക്തമായിട്ട് കാണാം. നൈറ്റാണ് ഇതിൻ്റെ വിഷ്വൽ നല്ല രീതിയിൽ കിട്ടുക. ഇനിയിപ്പോൾ ഈ ഒരു മലനിരകളോടും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തിനോട് വിട പറഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോവാം. ഹിമസാഗറിൻ്റെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്ന് തിങ്കളാഴ്ച രാത്രി 10:30 തന്നെ ഇത് തിരിച്ച് കന്യാകുമാരിയിലേക്ക് പോകും. വ്യാഴാഴ്ചയാണിത് അവിടെ എത്തുക. നമുക്ക് നടന്നു പോകാനുള്ള നല്ലൊരു വഴിയാണ്. നമുക്കെന്തായാലും നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവാം. രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം. വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കട്ര. ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. ഇനി ഇത് ആ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഫുഡ് കോർട്ടൊക്കെ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അതുപോലെ തന്നെ IRCTCൻ്റെ ഗസ്റ്റ് ഹൗസ് റിട്ടയറിംഗ് റൂമും ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്. വെയിറ്റിംഗ് റൂമും ഇവിടെയാണ്. ഇത് നേരെയുള്ള അവിടെയാണ് ഫുഡ് കോർട്ട്. ഇതാണ് ഫുഡ് കോർട്ട്. ഇനിയും ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് പോകാനുള്ള വഴി ഇതാണ്. പ്രധാനപ്പെട്ട റോഡൊക്കെ ആ ഭാഗത്തേക്കാണ്. അതായത് നേരെ മുന്നിലേക്ക് തന്നെയാണ് ക്ഷേത്രം. രാവിലെ ഞങ്ങൾ കഴിക്കുന്നത് പൂരിയും സബ്ജിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അച്ചാറുണ്ട്. പിന്നെ ഞങ്ങൾ 2 ചായ കൂടെ പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, കട്രയിൽ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുള്ളൂ. നമ്മളിപ്പം ശ്രീനഗർ
അവിടത്തേക്കെല്ലാം പോയിട്ടുണ്ട്. അവിടെ നോൺ വെജ് ഒക്കെ കിട്ടും. ഭക്ഷണം കഴിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് വന്നേ. നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചത് ഇതാ ആ നേരെ കാണുന്ന ഭാഗമില്ലേ, അവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ 3 ഭാഷകളിൽ പേര് എഴുതിയത് കാണാം: ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ടൊരു എൻട്രൻസ് ഇതുവഴി തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ്. എല്ലാ ഭാഗത്തും നല്ല രീതിയിലുള്ളൊരു സെക്യൂരിറ്റി തന്നെയാണ്. ശ്രീമാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് ഞങ്ങളൊരു 2 വർഷം മുന്നേ ഇവിടെ തന്നെ നടന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ആ വീഡിയോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അവിടത്തേക്ക് പോകേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. വേറൊന്നുമല്ല, നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു പ്രത്യേക ഒരു ID കാർഡൊക്കെ വേണം. അതിനെ പറഞ്ഞ പേര് RFID കാർഡ്. അതുപോലെ തന്നെ വേണമെങ്കിൽ യാത്രാ പർച്ചി എന്ന് വേണം പറയാം. അത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനില്ലേ, അവിടെ തന്നെ ഒരു ഇൻഫോർമേഷൻ കൗണ്ടർ ഉണ്ട്. അവിടെ തന്നെ നമ്മൾ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡീറ്റെയിൽ, അതൊരു ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 5 മിനിറ്റിൽ തന്നെ നമ്മുടെ കയ്യിലേക്ക് അത് കിട്ടും. ഇല്ലെങ്കിൽ ഒരുപാട് ബസ് സ്റ്റാൻഡിൻ്റെയും അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഒരു ഇൻഫോർമേഷൻ സെൻ്റർ ആയിട്ട്. അവിടേക്കൊക്കെ നമുക്ക് ആ സാധനം കിട്ടും. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ മന്ദിർ ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് കറക്റ്റ് 16 കിലോമീറ്റർ ഉണ്ട് മേലേക്ക്. അപ്പോൾ അതായത് വൈഷ്ണോദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിനെ പറഞ്ഞ പേര് ഭവൻ എന്നാണ്. ഭവൻ എന്നാണ് ആ ഒരു ശരിയായ ഒരു പ്രൊണൗൺസിയേഷൻ വരുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ അവിടം വരെ നടന്നിട്ടും അതേപോലെ തന്നെ തിരിച്ചു നടന്നു. അതായത് 16 + 16 32 കിലോമീറ്റർ നടന്നിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ അതിനെക്കുറിച്ച് പോകേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 2.8 അതായത് 3 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ബാൺഗംഗ എന്ന് പറഞ്ഞ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, RFI കാർഡ്, നമ്മുടെ ആ ഒരു ID കാർഡ്, അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. അപ്പോൾ അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ കുതിരയുണ്ട്, കുതിരേൻ്റെ പുറത്ത് പോവാം. പിന്നെ നമ്മൾ ശബരിമലയിൽ മറ്റേ ഡോളി കണ്ടിട്ടില്ലേ, അതുപോലെ അത് അങ്ങനെയും പോവാം. അങ്ങനെ നിങ്ങൾക്ക് മേലെ വരെ പോവാം. അതുപോലെ നടന്നിട്ടും പോവാം. അങ്ങനെ നടന്നിട്ട് ഏകദേശം ഒരു എന്താ പറയുക, ഒരു പകുതിയോളം നടന്നു കഴിഞ്ഞാൽ അത്കുവാരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണമെങ്കിൽ ബാറ്ററി വണ്ടിക്ക് വേണം പോവാം. അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ടയർഡായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി വണ്ടി അവിടെ നിന്ന് കിട്ടുള്ളൂ. അങ്ങനെയും പോവാം. അങ്ങനെ പല രീതിയിൽ പോവാം. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് ഹെലികോപ്റ്ററൊക്കെ കണ്ടില്ലേ, വേണമെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഹെലികോപ്റ്ററും പോവാം. ഹെലികോപ്റ്റർ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1500 ആ ഒരു റേറ്റ് വരും. ഞങ്ങൾ ഇതുവരെ ഹെലികോപ്റ്റർ നോക്കിയിട്ട് ഒന്നുമില്ല. അങ്ങനെയാണ് ഈ പറഞ്ഞ നമ്മളെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് ആ ഒരു പോകേണ്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പോയത് അന്ന് രാവിലെ ഏകദേശം ഒരു 10:30 സമയത്ത് കൂടി രാത്രിക്ക് ഒരു 9 മണിയോട് കൂടിയാണ് തിരിച്ചു വന്നത്. റെയിൽവേ സ്റ്റേഷനുള്ള ഭാഗത്ത് നിന്ന് നേരെ ഈ ഒരു വഴിയിലേക്ക് എത്തിയേ. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഇങ്ങോട്ടും ഒരുപാട് ഹോട്ടൽസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ഷേത്രമുള്ള ഒരു ഭാഗം ഇങ്ങോട്ടാണ്. നമുക്ക് എന്തായാലും ഈ ഭാഗത്തേക്ക് നടക്കാം. ഇവിടെ തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡും. അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് ഓട്ടോ കയറിയിട്ട് ചെക്ക് പോസ്റ്റ് വരെ പോവാം. ഇവിടുന്ന് പിന്നെ 3 കിലോമീറ്റർ നടക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇവിടെയുള്ള ഓരോ ഓട്ടോറിക്ഷൻ്റെ മുന്നിൽ എഴുതി ശ്രദ്ധിച്ചോ, ജയ് മാതാദി എന്നാണ്. എല്ലാ ഓട്ടോറിക്ഷയിലും അത് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജമ്മു കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കട്ര. ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള ആ ഒരു വഴിയൊക്കെ കാണാം. ഞങ്ങളുടെ കയ്യിൽ പ്രീപെയ്ഡ് സിമ്മുകളായിട്ട് VI ഉണ്ട്, അതുപോലെ തന്നെ ജിയോ ഉണ്ട്. ജമ്മു കാശ്മീരിലേക്ക് കയറി ഉടനെ തന്നെ അതൊക്കെ കട്ടായി. പിന്നെ പണ്ട് മുതലേ ഉള്ള ഒരു പോസ്റ്റ് പെയ്ഡ് സിമ്മായ എയർടെൽ ഉണ്ട്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. നിങ്ങൾ ഈ ഒരു കട്ര അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലേക്ക് വരുവാണെങ്കിൽ ട്രാവൽ സിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതോ 1-2 ദിവസത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ID കാർഡ് വെച്ച് ആ ഒരു സിം എടുക്കാം. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി, ഞങ്ങൾ നേരെ ബുക്ക് ചെയ്ത ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. കട്ര റെയിൽവേ സ്റ്റേഷനിൽ 500 മീറ്റർ മാറിയിട്ടാണ് ആ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഞാൻ പറഞ്ഞില്ല, യാത്രി സിം, അതിന് ഇതുപോലുള്ള ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ ബുക്ക് ചെയ്ത ഒരു ഹോട്ടൽ വരുന്നത്. അതൊരു 3 സ്റ്റാർ ഹോട്ടൽ എന്നാണ് തോന്നുന്നത്. എന്തായാലും പോയി നോക്കാം. റോഡിനോട് ചേർന്ന് തന്നെയാണ് എടുത്ത ഹോട്ടലും, ഹോട്ടൽ ഇമ്പീരിയൽ. ഇനി പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്യാം. ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ ഇതാണ്. ഇവിടെ ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ ഉണ്ട്. ഭവൻ ശ്രീ മാതാ വൈഷ്ണോദേവി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. രാത്രിക്കത്തെ ആ ഒരു ഭാഗത്തെ ഒരു കാഴ്ച കണ്ട. കട്രയിൽ ഞങ്ങൾ എടുത്ത മുറി ഇതാണേ. നല്ലൊരു അടിപൊളി മുറി തന്നെ ബുക്ക് ചെയ്യാൻ പറ്റി. ഇത് AC ആണ്. പക്ഷേ ഇവിടെ ഈ സമയത്ത് AC ഒന്നും ഇടാൻ പറ്റില്ല, കാരണം നല്ല തണുപ്പാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു TV ഒക്കെ ഉണ്ട്. പിന്നെ നല്ല വൃത്തിയാണ് റൂമിൻ്റെ എല്ലാ ഭാഗത്തും. പിന്നെ നമുക്കിവിടെ വന്നിരിക്കാനുള്ള 2 ചെയറും ഒരു ചെറിയൊരു ടേബിളൊക്കെ ഉണ്ട്. AC റൂമായാലും ഒരു ഫാൻ സൗകര്യം ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ ടോയ്ലറ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബാത്റൂമും ടോയ്ലറ്റും ഇവിടെയാണ്. നല്ല വൃത്തിയുള്ള ഒരു ഏരിയ തന്നെയാണ്. നല്ല തണുപ്പാണല്ലോ. ഹീറ്റർ സംവിധാനമൊക്കെ ഇവിടെയുണ്ട്.
എന്തായാലും ഈ ഒരു പൈസക്ക് വെർത്തായ ഒരു മുറി തന്നെ എന്ന് പറയാം. നേരത്തെ കട്ര റെയിൽവേ സ്റ്റേഷന്റെ ഫുഡ് കോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാനിവിടെ റിട്ടയറിംഗ് റൂം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അവിടെ ഡോർമെറ്ററി ഉണ്ട്, റൂമൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തെടുക്കാന്ന് കരുതിയത്. ഇതിനു മുന്നേ കട്രയിൽ വന്ന സമയത്ത് ഒരു പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 800 രൂപയാണ് ഒരു ദിവസത്തെ വാടക. പക്ഷെ ആ ഒരു പൈസേന്റെ വെർത്തിലല്ലേ ശരിക്കും പറഞ്ഞാൽ ആ റൂം എന്നുള്ളത്. പിന്നെയാണ് ഇവിടത്തേക്ക് വന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഓഫറിൽ കിട്ടിയതാണ്. ഗോയിബീബ വഴിയാണ് ബുക്ക് ചെയ്തത്. 1000 രൂപയാണ് ഒരു ദിവസത്തെ ഈ മുറിയുടെ വാടക. അതുപോലെ തന്നെ ഹിമസാഗർ റിസോർട്സ് 12 സംസ്ഥാനങ്ങൾ വഴിയാണ് വന്നത്. നേരത്തെ തന്നെ പറഞ്ഞാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോയിൽ ഈ പറഞ്ഞ 12 സംസ്ഥാനങ്ങൾ വഴിയും ട്രെയിൻ കടന്നു പോകുന്നത് വീഡിയോയിൽ പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതായത് കേരള ആയാലും തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഫൈനലി ജമ്മു കാശ്മീർ. അപ്പൊ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ യാത്രക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതായത് ഞങ്ങൾ 4 ദിവസമാണല്ലോ ചെലവഴിച്ചത്. ഒന്നാം ദിവസം അതായത് കന്യാകുമാരി കയറുന്ന സമയത്ത് മുടിഞ്ഞ മഴയായിരിക്കും. അതായത് മഴ നനഞ്ഞ് കൊട കയ്യിലില്ലല്ലോ, തോർത്തൊക്കെ തലക്കിട്ടിട്ട് ആ കാര്യം പറഞ്ഞ ഞങ്ങൾക്ക് ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ വീഡിയോ പാർത്താൽ ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ പാർത്തേ പറ്റൂ. കാരണം ഞങ്ങളുടെ ആ ഒരു പാഷൻ എങ്ങനെയാണ്. അപ്പൊ എങ്ങനെ കഷ്ടപ്പെട്ടാലും ഞങ്ങൾ വീഡിയോ പാർത്തു. അപ്പൊ മഴ ഒരു പരിധി വരെ സഹിച്ചു. പിന്നെ അല്ലാണ്ട് നമുക്ക് അവിടെ കയറി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം മഴ നല്ല രീതിയിൽ നനഞ്ഞു. ആ സമയത്ത് ഞാൻ വിചാരിച്ചു കാശ്മീർ എത്തുന്ന സമയത്ത് നല്ല പനി വരുന്നു. പക്ഷെ 2ാം ദിവസം അത്യാവശ്യം മഴയും കഴിഞ്ഞിട്ട് വെയിലേക്ക് വന്നു. ചുട്ടുപൊള്ളുന്ന വെയിൽ, നല്ല വെയിലായിരുന്നു. ഇത് വിജയവാഡയ്ക്ക് കഴിഞ്ഞ സമയത്ത്. പിന്നെ 3ാം ദിവസം വരുന്ന സമയത്ത് നല്ല തണുപ്പിലേക്ക് വന്നു. ശൈത്യമായില്ലേ. അതായത് വ്യത്യസ്തമായ കാലാവസ്ഥ വഴി കടന്നു വന്ന സമയത്ത് എന്തെങ്കിലും അസുഖം, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ തലവേനയും പനിയൊക്കെയാണ്. പക്ഷെ ഇതൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ലീപ്പർ ക്ലാസ്സിലെ യാത്ര കണ്ടിട്ട് പലരും ചിലപ്പം അഭിപ്രായപ്പെട്ടേക്കാം. അതായത് പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ സ്ലീപ്പറിൽ പോയി കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നൊക്കെ. എന്തോ ഭാഗ്യം ആദ്യം വിജയവാഡ എത്തിയിട്ട് ഡൽഹി വരെ ഞങ്ങൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ കാര്യമായത് കൊണ്ടാണ് സുഖകരമായി വന്നത്. നിങ്ങൾ വരുന്ന സമയത്ത് ഇതേ അനുഭവം കിട്ടണമെന്നില്ല കേട്ടോ. ആകെ ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ആ ഒരു 3ാം ദിവസം, അതായത് ഇന്നലെ ഡൽഹിയിൽ നിന്ന് കയറിയിട്ടതാ ഈ ഒരു കട്ടെത്തുമ്പോൾ വരെ മാത്രമേ തിരക്കുണ്ടായുള്ളൂ. ഇനി അടുത്ത ദിവസമാണ് ഒരു കിടിലൻ യാത്ര. ആദ്യമായി ചെനാബ് പാലത്തിലൂടെ ഞങ്ങൾ വന്ദേ ഭാരത് കയറി ശ്രീനഗറിലേക്ക് പോവുകയാണ്. അപ്പോൾ വന്ദേ ഭാരതിന്റെ കാഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ശ്രീനഗറിന്റെ കാഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.